അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 54 മുതൽ 71 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. സൂത ഉവാച സോമശക്രവച ശ്രുത്വാ കിഞ്ചിൽ ക്രോധസമാകുല ഭംഗ്യാ പ്രതിവച പ്രാഹ ശക്രദൂതം തദാ ശശി. ഇന്ദുരുവാച ധർമ്മജ്ഞോസി മഹാബാഹോ ദേവാനാമധിപസ്വയം പുരോധാപി ച തേ താദൃഗ്യുവയോ സദൃശീമതി. പരോപദേശേ കുശല ഭവന്തി ബഹവോ ജനാ ദുർലഭസ്തു സ്വയം കർത്ത പ്രാപ്തേ കർമ്മിണി സർവഥാ. ബാർഹസ്പത്യപ്രണീതം ച ശാസ്ത്രം ഗൃഹന്തി മാനവാ കോ വിരോധോത്ര ദേവേശ കാമയാനാം ഭജൻ സ്ത്രിയം. സ്വകീയം ബലിനാം സർവം ദുർബലാനാം ന കിഞ്ചന സ്വീയാ ച പരകീയാ ച ഭ്രമോയം മന്ദചേതസാം. താരാ മയ്യനുരക്താ ച യഥാ നതു തഥാ ഗുരൗ അനുരക്താ കഥം ത്യാജ്യ ധർമ്മതോ ന്യായതസ്തഥാ. ഗൃഹാരംഭസ്തു രക്തായാം വിരക്തായാം കഥം ഭവേൽ വിരക്തേയം യദാ ജാതാ ചകമേനുജ കാമിനീം. ന ദാസ്യേഹം വരാരോഹാം ഗച്ഛദൂത വദസ്വയം ഈശ്വരോസി സഹസ്രാക്ഷ യദിച്ഛസി കുരുഷ്വതൽ. സൂത ഉവാച ഇത്യുക്ത ശശിനാദൂത പ്രയയൗ ശക്രസന്നിധിം ഇന്ദ്രയാചഷ്ടതൽസർവം യദുക്തം ശീതരശ്മിനാ. തുരാഷാഡപി തച്ഛ്രുത്വാ ക്രോധയുക്തോ ബഭൂവഃ സേനോദ്യോഗം തഥാ ചക്രേ സാഹായാർത്ഥം ഗുരോർവിഭു. ശുക്രസ്തു വിഗ്രഹം ശ്രുത്വാ ഗുരുദ്വേഷാത്തതോ യയൗ മാ ദദസ്വേതി തം വാക്യമുവാച
ശശിനം പ്രതി സാഹായ്യം തേ കരിഷ്യാമി മന്ത്രശക്തിയാ മഹാമതേ ഭവിതാ യദി സംഗ്രാമസ്തവ ചേന്ദ്രേണ മാരിഷ ശങ്കരസ്തു തദാകർണ്യ ഗുരുദാരാഭിമർശനം ഗുരുശത്രും ഭൃഗും മത്വാ സാഹായ്യമകരോ തദാ സംഗ്രാമസ്തു തദാവൃത്തോ ദേവദാനവയോർദ്രുതം ബഹൂനി തത്ര വർഷാണി താരകാസുരവത് കില ദേവാസുരകൃതം യുദ്ധം ദൃഷ്ട്വാ തത്ര പിതാമഹ ഹംസാരൂഢോ ജഗാമാശു തം ദേശം ക്ലേശശാന്തയേ രാഗാപതിം തദാ പ്രാഹ മുഞ്ച ഭാര്യാം ഗുരോരിതി നോ ചേദ് വിഷ്ണും സമാഹൂയ കരിഷ്യാമി തു സംക്ഷയം ഭൃഗും നിവാരയാമാസ ബ്രഹ്മാലോകപിതാമഹ കിമന്യായമതിർജാത സംഗദോഷാൻ മഹാമതേ നിഷേധയാമാസ തതോ ഭൃഗുസ്തം ചൗഷധീപതിം മുഞ്ച ഭാര്യാം ഗുരോരദ്യ പിത്രാഹം പ്രേഷിതസ്തവ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 54 മുതൽ 71 വരെയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം, തർജ്ജമ നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശക്രൻ തൻ്റെ വാക്കു കേട്ടു ദൂതനോടായി ഭംഗിയായി ശശി ചൊല്ലി അതിനുള്ള മറുപടിയും. ദേവാധിപ സർവജ്ഞനാമവിടുന്നു ബ്രഹ്മാവിനു തുല്യനാണ് നിങ്ങളുടെ ബുദ്ധിയും തുല്യം. അന്യനെയുപദേശിക്കാൻ എല്ലാവരും സമർത്ഥർ താൻ, സ്വയമേവ ചെയ്യുന്നവർ അതിദുർലഭം. ബാർഹസ്പത്യ പ്രണീതമാം ധർമ്മമാണു ലോകത്തിങ്കൽ, മാനവരാശികൾക്കെല്ലാം ഏറെ സ്വീകാര്യം. കാമിക്കുന്ന വനിതയെ സ്വീകരിക്കുന്നതിലെന്തു കുറ്റമാണു കണ്ടെത്തുക ദേവേശ ചൊല്ലു. ബലമുള്ളോനെല്ലാം തൻ്റെ ദുർബലനു ഒന്നുമില്ല, മന്ദന്മാർക്കു എൻ്റെ നിന്റെ എന്ന ഭേദവും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. താര എന്നിൽ അനുരക്തയായിരിക്കുന്നതുപോലെ ഗുരുവിൽ അവളൊട്ടുമേ മോഹിതയല്ല. അനുരക്തയായവളെ ധർമ്മമനുസരിച്ചിട്ടും ന്യായമായും ഉപേക്ഷിക്കാൻ സാധിക്കയില്ല. അനുരക്തയിലാണല്ലോ ഗാർഹസ്ഥ്യത്തിനാരംഭവും, അനുരാഗമില്ലാത്തതിൽ അസാധ്യം തന്നെ. അനുജന്റെ പത്നിയെ താൻ കാമിച്ചൊരു വല്ലഭനെ അന്നു മുതൽ ദേവഗുരു വെറുക്കപ്പെട്ടു. സുന്ദരിയാം ഇവളെ ഞാൻ ആർക്കും കൊടുക്കുകയില്ല, അല്ലയോ ദൂത ഭവാനും ചെന്നു പറയൂ.
അങ്ങേക്കു കഴിയും പോലെ ചെയ്തിടുക. എന്നാൽ ഞാൻ ഇവളെ ഗുരുവിനു കൊടുക്കയില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ചന്ദ്രനേവം പറഞ്ഞപ്പോൾ ദൂതനും തിരിച്ചു പോയി. ഇന്ദ്രനോടായി സവിസ്തരം എല്ലാം പറഞ്ഞു. കോപിഷ്ഠനായി ദേവേന്ദ്രനും ഗുരുവിനെ സഹായിക്കാൻ സൈന്യങ്ങളെ ഒരുക്കുവാൻ ഉത്തരവിട്ടു. അസുരഗുരുവാം ശുക്രൻ യുദ്ധത്തിന്റെ വാർത്ത കേട്ടു. അപ്പോൾ തന്നെ ചന്ദ്രനുടെ സമീപമെത്തി. ദേവഗുരുവിനോടെന്നും വിദ്വേഷമുള്ളതാം ശുക്രൻ ദേവിയെ കൊടുക്കേണ്ടെന്നു ഉപദേശിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇന്ദ്രനുമായി യുദ്ധമുണ്ടാകുകയാണെങ്കിലോ ചന്ദ്ര മന്ത്രശക്തി കൊണ്ടു ഞാനും സഹായമേകാം. ശങ്കരൻ കാര്യമറിഞ്ഞു ഗുരു ശത്രുവാണു ശുക്രൻ. സഹായം നൽകിടാം ഞാനും ഭയപ്പെടേണ്ട. അവസാനം ദേവാസുര യുദ്ധവുമാരംഭിച്ചല്ലോ. താരകയുദ്ധത്തിൻ സമം ഏറെ വർഷങ്ങൾ. ദേവാസുര യുദ്ധം കണ്ടു. ക്ലേശ നിവൃത്തിക്കായി ബ്രഹ്മൻ ഹംസവാഹനനായി മെല്ലെ അവിടെയെത്തി. ചന്ദ്ര ഉടൻ താരയെ നീ വിട്ടുകൊടുത്തിട വേണം. വിഷ്ണുവിനാൽ നിന്നെ ഞാനും നശിപ്പിച്ചിടും. ലോകപിതാവാകും ബ്രഹ്മൻ ഭൃഗുവിനോടായി ചൊല്ലി അസത്തുക്കളുമായി ചേർന്നു ബുദ്ധി തിരിഞ്ഞു. ഭൃഗു ചൊല്ലി ചന്ദ്ര ഭവാൻ താരയെ വിട്ടുകൊടുക്കൂ. ബ്രഹ്മാവു പറഞ്ഞിട്ടാണു ഞാനും വന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, ഭദ്ര കാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവേദസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ജഗദംബികയായ ഭഗവതിയുടെ കാരുണ്യാതിരേകം കൊണ്ട് അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജ, ദേവി ഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് 67ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ പ്രഥമസ്കന്ധത്തിൽ 11ാമത്തെ അധ്യായത്തിൽ 54ാമത്തെ ശ്ലോകം മുതൽ 71 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും തുടർന്ന് ഭാഷാഗാനമായി അനുസ്മരിച്ചതും. സൂതൻ പറയുകയാണ്, സോമശക്രവചശ്രുത്വ കിഞ്ചിൽ ക്രോധസമാകുല ഭംഗ്യ പ്രതിവചപ്രാഹ ശക്രദൂതം തഥാ ശശി. ശക്രൻ, ദേവേന്ദ്രൻ തൻ്റെ ഗുരുപത്നിയായിരിക്കുന്ന താരയെ വിട്ടുകിട്ടാൻ ചന്ദ്രൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞു വെച്ചു. ആ ശശി, സോമൻ, ചന്ദ്രൻ ശക്രൻ്റെ, ദേവേന്ദ്രൻ്റെ വാക്ക് കേട്ടിട്ട്
ഒന്ന് ക്രോധാവേശിതനായി, കിഞ്ചിൽ ക്രോധസമാകുല, പിന്നെയോ ഭംഗ്യാ പ്രതിവച പ്രാഹ, ഏറ്റവും ഭംഗിയായി മറുപടി പറഞ്ഞു. ആരോട്? ശക്രദൂതം തഥാ ശശി, ശക്രന്റെ ദൂതനോട്, ദേവേന്ദ്രന്റെ ദൂതനോട് ആ ചന്ദ്രൻ മറുപടി പറഞ്ഞു. എന്താ ചന്ദ്രൻ പറഞ്ഞത്? ധർമ്മജ്ഞോസി മഹാബാഹോ ദേവാനാമധിപസ്വയം. ദൂതനോടാണ് പറയുന്നതെങ്കിലും ആ ദൂതനെ പറഞ്ഞയച്ച ദേവേന്ദ്രനോടുള്ള വാക്കുകളായിട്ടാണ്. ഹേ മഹാബാഹോ, അങ്ങ് ധർമ്മജ്ഞനാണ്, സ്വയം ദേവന്മാരുടെ അധിപനും. പുരോധാപിച്ചതേ താതി യുവയോ സദൃശീമതി, ബ്രഹ്മാവും അങ്ങയും ഒരേപോലെയാണ്, നിങ്ങൾ രണ്ടുപേരുടെയും ബുദ്ധിയും ഒരേപോലെയാണ്. പരോപദേശേ കുശല ഭവന്തി ബഹവോ ജന, മറ്റുള്ളവരോട് ഉപദേശം കൊടുക്കാൻ, ആളുകളെയൊക്കെ ഉപദേശിക്കാൻ ആളുകൾ ബഹുസമർത്ഥന്മാരാണ്, നിരവധി ആളുകളുമുണ്ട്. ബഹവോ ജനാഹ ദുർലഭസ്തു സ്വയം കർത്ത, എന്നാൽ സ്വയം ഇത് ചെയ്യുന്ന ആളുകളോ വളരെ ദുർലഭമാണ്. പ്രാപ്തേ കർമ്മണി സർവധ, അല്ലേ? സ്വയം ചെയ്യുന്നവൻ ഏത് തരത്തിലും അതിദുർലഭമാണ്. നമുക്കൊരാവശ്യം വന്നാൽ ഇതൊന്നും ചെയ്യില്ല. ബാർഹസ്പത്യ പ്രണീതം ച, ബാർഹസ്പത്യത്തെ അടിസ്ഥാനമാക്കി, ധർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ ശാസ്ത്രം, അതാണ് മനുഷ്യർ ഗൃഹന്തി മാനവ, മനുഷ്യർ സ്വീകരിച്ചിട്ടുള്ളത്. കാമിക്കുന്ന സ്ത്രീയെ സ്വീകരിക്കുന്നതിൽ അത് വെച്ച് നോക്കിയാൽ എന്താണ് തെറ്റ്? കോ വിരോധോത്ര ദേവേശ കാമയാനാം ഭജൻ സ്ത്രീയം, അങ്ങനെയുള്ള സ്ത്രീകളെ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ് ദേവേന്ദ്ര? സ്വകീയം ബലിനാം സർവം, ബലമുള്ള ആളുകൾക്ക് എല്ലാം തൻ്റേതാണ്. ദുർബലാനാം ന കിഞ്ചന, ബലമില്ലാത്ത ആളുകൾക്ക് ഒന്നുമില്ല. സ്വീയാച പരകീയാച ഭ്രമോയം മന്ദചേതസാം, അതേപോലെ തന്നെ മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾക്കാണെങ്കിലോ എൻ്റേത് അന്യൻ്റേത് എന്നുള്ള ആ ദ്വൈതം, ആ ഭേദം ഉണ്ടാവുകയും ചെയ്യും. താരാമയ്യനുരക്താച യഥാ നതു തഥാ ഗുരു, താര എന്നിൽ വല്ലാതെ അനുരക്തയാണ്, അതേപോലെ ഗുരുവിൽ അനുരക്തയുമല്ല. അതുകൊണ്ട് അനുരക്ത കഥം ത്യാജ്യ, അനുരക്തയായവളെ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത്? ധർമ്മം വെച്ച് നോക്കിയാലും ന്യായം വെച്ച് നോക്കിയാലും അത് ശരിയല്ല. ഗൃഹാരംഭസ്തു രക്തായാം വിരക്തായാം കഥം ഭവേൽ, അതേപോലെ ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് തുടക്കം, അതെങ്ങനെയാണ്? അനുരക്തയിലാണ് ഗാർഹസ്ഥ്യം ഉണ്ടാവുക. അനുരാഗമില്ലാത്തവളിൽ എങ്ങനെയാണ് ഈ ഗാർഹസ്ഥ്യം ഉണ്ടാവുക? അനുരാഗമുള്ള ആളുകൾക്ക് ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ, അപ്പോഴേ അത് സുഖമാവുകയുള്ളൂ. അപ്പോൾ ഇവളുടെ ഭർത്താവ് ബൃഹസ്പതി, ആലോചിച്ചു നോക്കൂ, അനുജന്റെ കാമിനിയെ ആഗ്രഹിച്ചു, അനുജന്റെ ഭാര്യയെ ആഗ്രഹിച്ചു. അപ്പോൾ മുതലാണ് ഇവൾക്ക് ബൃഹസ്പതിയിൽ ആ വെറുപ്പുണ്ടായത്. ഉദധ്യന്റെ പത്നിയായ മമതയിൽ ബൃഹസ്പതിക്ക് ആഗ്രഹം വന്നു. ഉദധ്യൻ ഈ ബൃഹസ്പതിയുടെ സഹോദരനാണ്, അദ്ദേഹത്തിന്റെ പത്നിയാണ് മമത. ആ മമതയിൽ മോഹം വന്നപ്പോഴാണ് താര ബൃഹസ്പതിയിൽ വെറുപ്പ് വന്നതും ആ താര ഇവിടെ എന്നെ തേടി വന്നതും. ഇത് അതുകൊണ്ട് ഇവളെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. ഭാഗവതം നവമസ്കന്ധത്തിൽ ഈ കഥ പറയുന്നുണ്ട്. ഏതായാലും ന ദാസ്യേഹം വരാരോഹാം ഗച്ഛദൂത വദസ്വയം ഈശ്വരോസി സഹസ്രാക്ഷ യദിച്ഛസി കുരുഷ്വത. സൗന്ദര്യവതിയായ വരാരോഹാം, ഈ പെൺകുട്ടിയെ, സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ കൊടുക്കില്ല. ന ദാസ്യേഹം, ഞാൻ കൊടുക്കില്ല. വേഗം പോയി അവിടെ ചെന്ന് പറയൂ. ആ സഹസ്രാക്ഷ ദേവേന്ദ്രനെ വിളിക്കുകയാണ്. അങ്ങ് എന്തും ചെയ്യാൻ കഴിവുള്ള ആളാണ്, പക്ഷേ അങ്ങ് ഈശ്വരതുല്യനാണ്. എന്താണോ അങ്ങ് ആഗ്രഹിക്കുന്നത്, യദിച്ഛസി പുരുഷതൽ, അത് ചെയ്തോളൂ. എന്തു വന്നാലും ഇവളെ ഞാൻ ഗുരുവിന് തിരിച്ചു കൊടുക്കില്ല. ചന്ദ്രൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, ദൂതന്റെ അടുത്ത് പറഞ്ഞു. സൂതൻ പറയുകയാണ്, ഇത്യുക്ത ശശിനാദൂത പ്രയയോ ശക്രസന്നിധിം ഇന്ദ്രായ അജഷ്ടതൽസർവം യദുക്തം ശീതരശ്മിന. ശീതരശ്മി എന്ന് പറഞ്ഞാൽ ശീതാംശു, ചന്ദ്രൻ. അപ്പൊ ചന്ദ്രൻ പറഞ്ഞത് കേട്ട് ദൂതൻ ദേവേന്ദ്രന്റെ അടുത്തേക്ക് പോയി. ശക്രസന്നിധിം പ്രയയോ, എന്നിട്ടോ തത്സർവം യദുക്തം ശീതരശ്മിന, എന്താണോ ചന്ദ്രൻ പറഞ്ഞത് അത് മുഴുവൻ അതേപോലെ
ദേവേന്ദ്രനെ അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ടില്ലേ, ദേഷ്യം വന്നു ദേവേന്ദ്രന്. തുരാഷാഡപി തശ്രുത്വാ ക്രോധയുക്തോ ബഭൂവഹ. ദേവേന്ദ്രൻ, വിഭുവായ ദേവേന്ദ്രന് ദേഷ്യം വന്നു. സേനയെ വിന്യസിച്ചു. ഗുരുവിനെ സഹായിക്കാൻ, സഹായാർത്ഥം ഗുരോർ വിഭു. അവിടെ ആ ഗുരുവിനെ സഹായിക്കാൻ തൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി സേനയെ തയ്യാറാക്കി. ശുക്രസ്തു വിഗ്രഹം ശ്രുത്വ. ഈ വിഗ്രഹത്തെക്കുറിച്ച്, വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം, യുദ്ധത്തെക്കുറിച്ച് അസുരഗുരുവായ ശുക്രൻ മനസ്സിലാക്കി. ഗുരുദ്വേഷാത്തതോയയോ, യുദ്ധം ഉണ്ടാവാൻ പോണു എന്ന് വിചാരിച്ച് ചന്ദ്രൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ടോ ആ ദേവഗുരുവിനോട് വലിയ ദേഷ്യമുള്ള ആളാണ് ആര്? ഈ അസുരഗുരു. അതുകൊണ്ട് ശത്രുവിൻ്റെ ശത്രുമിത്രം എന്നുള്ള രീതിയിൽ ഗുരുപത്നിയെ ഇനി ഗുരുവിന് തിരിച്ചു കൊടുക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ചന്ദ്രനെ ഉപദേശിച്ചു. ഇനി യുദ്ധം വരികയാണെങ്കിലോ, ഹേ മാരീഷ പറയാണ്, സാഹായം തേ കരിഷ്യാമി മന്ത്രശക്തിയാ മഹാമതേ. ഇനി ഇന്ദ്രനുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഭവിതായതി സംഗ്രാമ തവ ചേന്ദ്രേണ മാരീഷ. അങ്ങനെ ദേവേന്ദ്രനുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ മന്ത്രശക്തി കൊണ്ട് ചന്ദ്ര നിന്നെ സഹായിക്കാം. ഇത് കേട്ടപ്പോഴോ ശങ്കരസ്തു തഥാകർണ്യാ ഗുരുദാരാഭിമർഷണം. ഈ വിവരം, ഗുരുവിനെ ചന്ദ്രനെ അപഹരിച്ചുകൊണ്ട് എന്നുള്ള കാര്യം ശങ്കരനും അറിഞ്ഞു. ഗുരുവിൻ്റെ ശത്രുവാണ് ശുക്രൻ എന്ന് മനസ്സിലാക്കി ദേവേന്ദ്രന് സഹായം ചെയ്തു ശങ്കരൻ. സംഗ്രാമസ്തു തഥാവൃത്തോ ദേവദാനവയോർദ്രുതം ബഹൂനി തത്ര വർഷാണി താരകാസുരവത് കില. താരകാസുരനും സുബ്രഹ്മണ്യനും തമ്മിലുണ്ടായ യുദ്ധം അനേക വർഷങ്ങൾ നീണ്ടുനിന്നു. ഇതേപോലെ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം, ദേവപക്ഷത്ത് ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ, അസുരപക്ഷത്ത് നേതൃത്വമാർക്ക് ചന്ദ്രന് തന്നെയാണ്. അങ്ങനെ ചന്ദ്രനും ഇന്ദ്രനും തമ്മിലുള്ള ഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ നടന്നു. ദേവാസുരകൃതം യുദ്ധം ദൃഷ്ട്വാ തത്ര പിതാമഹ ഹംസാരൂഢോ ജഗാമാശു തം ദേശം ക്ലേശശാന്തയെ. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുന്നു, അത് ശരിയല്ല എന്ന് തീർച്ചപ്പെടുത്തി ബ്രഹ്മാവ് ആ ക്ലേശം, ആ ദുഃഖമില്ലാതാക്കാനായിട്ട് അവിടേക്ക് ഹംസവാഹനനായി അരണ്യത്തിൻ്റെ പുറത്തു കയറി അവിടേക്ക് എത്തി. എന്നിട്ട് ചന്ദ്രനോട് ബ്രഹ്മാവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? രാഗാപതിം തദാ പ്രാഹ മുഞ്ച ഭാര്യാം ഗുരോരിതി. മുമ്പ് പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞു തന്നെയാണ്, നീയെ ഗുരുവിൻ്റെ പത്നിയെ ഇപ്പൊ തന്നെ വിട്ടുകൊടുക്കണം. നോ ചേത് വിഷ്ണു സമാഹൂയ, നീ അത് ചെയ്തില്ലെങ്കിൽ വിഷ്ണുവിനെ ഞാൻ വിളിക്കും, എന്നിട്ടോ നിന്റെ ഈ ജീവിതം തന്നെ ഇല്ലാതെയാക്കും, നിനക്ക് നാശമുണ്ടാക്കും എന്ന് പറഞ്ഞു. ഭൃഗും നിവാരയാമാസ ബ്രഹ്മാ ലോകപിതാമഹ. ലോകപിതാവായ ബ്രഹ്മാവ് ആ ഭൃഗുവിനെയും കൂട്ടിയിട്ട്, ഭൃഗുവിനെയും വിലക്കിയതാണ്. ഭൃഗു ഈ പക്ഷത്താണ്. ഇത് പറഞ്ഞു, അസത്തുക്കളുമായിട്ട് ചേർന്ന് നിന്റെ ബുദ്ധി തിരിഞ്ഞുപോയോ? സംഘദോഷാൻ മഹാമതേ കിമന്യായ മതിർജാത. എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ നിഷേധയാമാസ തതോ ഭൃഗുസ്തം ചൗഷധീപതിം മുഞ്ച ഭാര്യാം ഗുരോരദ്യ പിത്രാഹം പ്രേഷിതസ്തവ. ഞാൻ ആ ബ്രഹ്മാവ് പറഞ്ഞ അനുസരിച്ചിട്ടാണ് വന്നേക്കണത്, ഉടൻ തന്നെ ഗുരുപത്നിയെ വിട്ടയക്കൂ. ഭൃഗു ചന്ദ്രനോട് പറയുന്നു. ആ ശ്ലോകത്തോടുകൂടി, 71ാമത്തെ ശ്ലോകത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ജഗദംബികായൈ നമ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു,
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ
കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.